ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗാണ്, ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പതിവ് പോലെ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ ആയിട്ട് എണീറ്റത്. അങ്ങനെ ആദ്യം തന്നെ കിച്ചണിലോട്ടൊക്കെ കയറി. പക്ഷേ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന മീനാണ് കേട്ടോ. അതുപോലെ ഇത്തവണ നമ്മൾ ചെമ്മീൻ തന്നെയാണ് കേട്ടോ മേടിച്ചത്. കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പത്തെക്കാട്ടിയും കുറച്ച് അധികം വിലയായിരുന്നു കേട്ടോ. പക്ഷെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചെമ്മീൻ നല്ല ഫ്രഷും ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഫ്രീസറിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുപോലെ ഇന്നും ഇക്കാക്ക് ഇടിയപ്പം തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കാക്ക് വേണ്ടി മാത്രം കുറച്ച് പൊടിയൊക്കെ എടുത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അജ്മിയുടെ പൊടിയാണ് കേട്ടോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് കിട്ടുന്നത്. നല്ല പെട്ടെന്ന് തന്നെ പണിയും തീരും കേട്ടോ. അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പീച്ചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തട്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. ആളിപ്പോഴായിട്ട് നേരത്തെ എണീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആളെ വെച്ചുകൊണ്ടാണ് ബാക്കി പരിപാടിയൊക്കെ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ കറിയായിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ സമയം പോയിട്ടുണ്ടായിരുന്നു, വാവയുടെ പുറകെ നടന്നു. അതുകൊണ്ട് തന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയും കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതി കറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി റെഡിയാവും കേട്ടോ. അത്യാവശ്യം ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സവോളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത്തവണ ഞാൻ മല്ലിപ്പൊടി ഒന്നും അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അപ്പുറത്തെ നമ്മളുടെ ചായക്കുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പതിവുപോലെ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ നമ്മൾ കുരുമുളക് പൊടിയും കൂടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ മുട്ടയും കൂടിയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇടിയപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരുന്നു. പിന്നെ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ മുട്ടക്കറിയൊക്കെ റെഡി ആയതിന് ശേഷം ഇക്കാക്കുള്ള ഫുഡ് ആദ്യം തന്നെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മുട്ടക്കറിയും അതുപോലെ തന്നെ ഇടിയപ്പമായിരുന്നു. പിന്നെ ഇടിയപ്പം കഴിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ബ്രെഡാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇക്കാക്ക് കടും ചായയും പിന്നെ ഞാൻ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിച്ചത്. അപ്പോൾ ഇത് മിൻറ്റിൻ്റെ ഗ്രീൻ ടീ ആണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ലാത്ത ഗ്രീൻ ടീ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡും മുട്ട റോസ്റ്റും അതുപോലെ ഇടിയപ്പം മുട്ട റോസ്റ്റൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ വാവയ്ക്കും കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ബ്രെഡും ഈ ഒരു രീതിയിലുള്ള മുട്ടക്കറി നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയമൊക്കെ ആയപ്പോൾ ഇന്ന് നമുക്ക് മത്തങ്ങയൊക്കെയാണ് കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ സാധനമൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ജോലി കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ സാധനം മേടിക്കാൻ ഇറങ്ങിയത്. ഒട്ടുമിക്ക എല്ലാ സാധനവും തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ഫുൾ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും നല്ല തിരക്കായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് പോയത് പച്ചക്കറി മേടിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മത്തങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ മത്തങ്ങ മേടിക്കുന്നത്. ഇവിടെ പച്ചക്കറീനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചക്കറി അധികം അങ്ങോട്ട് മേടിക്കാറില്ല, കുറച്ചൊക്കെ മേടിക്കാറുള്ളൂ. മത്തങ്ങ ഒന്നും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഇത്തവണ അവിയൽ വെക്കാമെന്നാട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ പ്ലാൻ മാറി മത്തങ്ങ തേങ്ങയൊക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, സിമ്പിളായിട്ട്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മത്തങ്ങയൊക്കെ ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറി വാവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ മത്തങ്ങായും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത്തവണ നമ്മൾ ആദ്യം തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. പിന്നെ നമ്മൾ ഇതൊന്ന് അടുപ്പത്തോട്ട് വെക്കുവാണ്. ഇനി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാം. പിന്നെ ഇന്നലെ പോയപ്പോൾ മീൻമുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻമുട്ട എപ്പോൾ കണ്ടാലും നമ്മൾ മേടിക്കുമല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് ചട്ടിയിലോട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. ഇത്തവണ മത്തിമീനിൻ്റെ മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ മത്തീൻ്റെ മാത്രമല്ല കേട്ടോ, വേറെ വലിയ മീനിൻ്റെയൊക്കെ മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഈ മീൻമുട്ട ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ള മീൻമുട്ട മുഴുവൻ എടുത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലിയ മീൻമുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ സവോളയും പിന്നെ കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവോള കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇത്തവണയും പതിവ് പോലെ മീൻമുട്ട അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പും കൂടി റെഡിയാക്കാം. അങ്ങനെ ജാറിലേക്ക് തേങ്ങയും അതുപോലെ പച്ചമുളകും പിന്നെ ജീരകവുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതും ചെറുചൂട് വെള്ളത്തിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ മത്തങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ മത്തങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ കറിക്ക് ഒട്ടും തിക്നെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പും കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു കറി. അങ്ങനെ അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഒരു തിള വന്നതിന് ശേഷം നമുക്ക് താളിച്ചും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ കറി സെറ്റായി. അതുപോലെ നമ്മൾ ഇത്തവണ പതിവില്ലാതെ ഉണക്കമുളകും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ടാണ് കേട്ടോ നമ്മൾ താളിക്കുന്നത്. അങ്ങനെ നമ്മൾ മത്തങ്ങക്കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മീനും കൂടി ഒന്ന് പൊരിക്കണം. അപ്പോൾ ഈ ഒരു മീനാണ് കേട്ടോ ഇന്നലെ പോയപ്പോൾ മേടിച്ചത്. ഈ ഒരു മീൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. സംഭവം നല്ല ഫ്രഷ് മീനായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അതുപോലെ ഇക്കാക്കും ഇഷ്ടപ്പെട്ടില്ല. കറി വെച്ചിട്ടും പൊരിച്ചിട്ടും വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ലായിരുന്നു. അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഒന്ന് വരഞ്ഞൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ വരഞ്ഞെടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികളും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പൊരിക്കാൻ നേരം ആകുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്നില്ല, ഇക്ക വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മളെ മീൻമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടോടുകൂടി തന്നെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇക്ക വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ മീനും കൂടിയൊക്കെ ഒന്ന് പൊരിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീനൊക്കെ നമ്മൾ പൊരിക്കാനിട്ടിട്ടുണ്ട്. അതിനുശേഷം മീൻ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നാളത്തേക്ക് മീൻ എടുത്തു കഴിയുമ്പോൾ പഴകിയ ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മളുടെ മീനും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വലിയ വിശദീകരിച്ച് പറയാത്തത്. അങ്ങനെ തിള വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം മീനൊക്കെ വെന്തതിന് ശേഷം ഒന്ന് താളിച്ചും കൂടി ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻകറി ഇവിടെ സെറ്റായിട്ടോ. ഈ ഒരു ടൈമിൽ വാവയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇക്കായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ. അങ്ങനെ താളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. മീൻ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും ഗ്രേവി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഐസൂന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു കോഴിമുട്ട എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പും ആവശ്യത്തിന് പഞ്ചസാരയും പിന്നെ ഒരു ഏലക്കായും കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ, ബ്രെഡ് വെച്ച്. അങ്ങനെ നമ്മൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഐസോന് ഇത് അല്ലെങ്കിൽ പാലാടയൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ബ്രെഡും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതി പൊരിക്കുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളും മൈദയും കൂടിയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇപ്പോൾ ചേർക്കുന്നൊന്നുമില്ല. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ആദ്യത്തെ ട്രിപ്പ് ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഒരു 4:30 ആയപ്പോൾ ഐസൂന് ഫുള്ള് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനും കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇക്കയ്ക്ക് ഇതുപോലത്തെ ഐറ്റംസിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇക്ക കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ സവോളയും പിന്നെ പൊടികളായിട്ട് നമ്മളുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാല പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയിട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇതിൻ്റെ കൂടെ ഇടിയപ്പം മതിയാണ് കേട്ടോ ഇക്ക പറഞ്ഞത്. പക്ഷെ ഒരു വെറൈറ്റിക്കായിട്ട് ഇന്ന് അരിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റിൽ നമ്മൾ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും.
അങ്ങനെ ഇതാ ഒന്നും കൂടിയൊക്കെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ കറിക്ക് തക്കാളി ഒന്നും ചേർക്കത്തില്ല. പിന്നെ പതിവിലും കുറവായിട്ടായിരിക്കും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുക. അതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ കുക്കറിൽ അങ്ങനെ കറി വെക്കാറില്ല. കൂടുതലും ഇഷ്ടം ഈ ഒരു രീതി വെക്കുന്നതാണ്. കൂടുതൽ ടേസ്റ്റും ഈ ഒരു രീതി വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ദാ പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ റോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ദാ അരിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അജ്മിയുടെ പൊടി വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ അരിപ്പത്തിരി ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി കിട്ടും. അങ്ങനെ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടും തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിയൊക്കെ ഇട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അടുക്കളയിൽ പിന്നെയും ചൂടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിൽ വന്ന് പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിൽ വന്നിട്ടുണ്ട്. ആണത് ആ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാടായിട്ടുണ്ടായിരുന്നു അരിപ്പത്തിന് ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ മുഴുവനായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ വാവ നല്ല അലമ്പായിരുന്നു. അപ്പുറത്താണെങ്കിൽ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെ കേട്ട ആൾ നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന്. അങ്ങനെ ഇതാ ആളെ എടുത്ത് വെച്ചുകൊണ്ടായിരുന്നു കേട്ടോ ബാക്കി പരിപാടിയൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ അരിപ്പത്തിലേക്ക് ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി ആയിരുന്നു കേട്ടോ. ഇവിടെ ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാണ് കേട്ടോ ഇടിയപ്പം അതുപോലെ അരിപ്പത്തിരിയും. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അരിപ്പത്തിരി വാവയ്ക്കും അത്യാവശ്യം ഇഷ്ടമാണ് കേട്ടോ. വേറെ പലഹാരമൊന്നും ആളങ്ങനെ കഴിക്കില്ല. പക്ഷേ അരിപ്പത്തിരി കുറച്ചൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ അരിപ്പത്തിരിയൊക്കെ റെഡി ആയാലും മിക്ക വന്നതൊക്കെ ഒരു സമയമായിരുന്നു. അങ്ങനെ അരിപ്പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു. ബാക്കി വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു ഫോൺ. അപ്പോൾ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെയുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.